പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് ഇനിയുള്ള പ്രചരണവും സജീവമാണ്? നോക്കൂ, നമ്മൾ എല്ലാവരും എന്തായാലും വിചാരിച്ചത് വിഷു കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ജനങ്ങളുടെ മനസ്സ് 15-16 ഏപ്രിൽ അങ്ങനെ വല്ലതാവും എന്നാണ്. 10 ദിവസം കുറച്ചും കൂടി നീട്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 40 ദിവസം പ്രചരണം ബാക്കിയുണ്ട്. അതൊക്കെ ചെയ്യാം. എനിക്ക് അത് വലിയൊരു വ്യത്യാസം ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം ഞാനെപ്പോഴും പറഞ്ഞു നടക്കുന്നത് 15 വർഷം ജനങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ 10 ദിവസം കൂടുതലോ ചുരുങ്ങിയിട്ട് വലിയ വ്യത്യാസം ഉണ്ടാവില്ല എനിക്ക്. മറ്റേ സ്ഥാനാർത്ഥികൾക്ക് ഒരു 10 ദിവസം അവർക്ക് എക്സ്ട്രാ ലഭിച്ചു. അവർ പരിചയത്തിന് കുറച്ച് കൂടെ ചൂടാകുക, അവർക്കും വലിയ വിരോധം കാണുന്നേ തോന്നുന്നു. എന്തായാലും ഞാനിപ്പോൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ നമ്മൾക്കറിയാം, ഇന്ന് രാവിലെ പ്രസ് കോൺഫറൻസ് പറഞ്ഞതൊക്കെ വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മഹത്വം. ഭാരതത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ്. ജൂൺ 4-ാം തീയതി നമുക്കറിയും ആരായിരിക്കും ഭാരതത്തിനെ ഭരിക്കാൻ പോകുന്നത്. ഇത് കുറച്ച് നീട്ടിപ്പോയി. കഴിഞ്ഞ വർഷത്തിൽ എൻ്റെ ഓർമ്മ പ്രകാരം മെയ് 18 തോന്നുന്നു അവർ കൗണ്ടിങ്ങിൽ റിസൾട്ട് വന്നത്. ഈ തവണ അതും കൂടി കുറച്ച് ഒരു 2-3 ആഴ്ച നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തവണ എന്തായിരിക്കും റിസൾട്ട് ഇത്ര നേരത്തെ പറയാനും ബുദ്ധിമുട്ടാണ്. നമ്മൾ മാർച്ച് നടുവിലേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾക്ക് ഒരു 2.5 മാസം കഴിഞ്ഞിട്ട് ഭാരതത്തിൻ്റെ ഭാവി, ഈ രാഷ്ട്രീയ ഭാവിയെ കുറിച്ചൊരു അവസാനത്തെ ഒരു പിടുത്തമുണ്ടാവുള്ളൂ. കേരളത്തിലെ അടുത്ത 40 ദിവസം ഒരു നല്ലൊരു മത്സരമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് നമുക്ക് 3 പാർട്ടികൾ നിൽക്കുന്നുണ്ട്. ത്രികോണ മത്സരമാണ്. അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ല, ഞാൻ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള മത്സരമാണ്. എനിക്ക് ഇന്നത്തെ അനൗൺസ്മെൻ്റ് ഒരു ചോദ്യം എനിക്ക് എൻ്റെ അമ്മയോട് ചോദിക്കാനുള്ളത്. അമ്മയ്ക്ക് 88 വയസ്സായി. വോട്ട് ഫ്രം ഹോം ഒന്ന് ക്ഷമിക്കണോ, അതോ ഇപ്പം നിങ്ങൾക്ക് കേട്ടില്ലേ 85 വയസ്സിനേക്കാൾ കൂടുതലായവർക്ക് വോട്ട് ഫ്രം ഹോം അവകാശപ്പെടുത്തുന്നുണ്ട്. അത് എങ്ങനെ നടക്കുമെന്ന് കണ്ടുപിടിക്കാൻ എൻ്റെ അമ്മ ഇതുവരെ മെനക്കെട്ടിട്ട് എപ്പോഴും വന്ന് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത അമ്മയാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് വോട്ട് ചെയ്യാനുള്ള സൗകര്യം അമ്മയ്ക്ക് ഉണ്ടാവുമെന്നും കൂടി അന്വേഷിക്കണം. അത് മാത്രമാണ് ഒരു പുതിയ കാര്യം. അല്ലെങ്കിൽ എല്ലാം നമ്മൾ സ്വാഭാവികമായി കാണുന്ന കാര്യങ്ങൾ തന്നെ. കേരളത്തിന് എന്തായാലും എല്ലാം ഒരു ദിനം തന്നെ ചെയ്യുന്നത് നല്ല തന്നെ. തമിഴ്നാട് 19-ാം തീയതി, നമ്മൾ 26-ഉം. ഞാൻ വിചാരിച്ചു നമ്മളുടെ കുറച്ചും കൂടി ചെറിയ സംസ്ഥാനം നമ്മളായിരിക്കും ആദ്യം. പക്ഷെ അല്ല, എന്തായാലും ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല. അവിടെ ഇവിടെ 10 ദിവസം ഒരാഴ്ച അത്രയൊക്കെ വ്യത്യാസങ്ങളെ കാണുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കില്ല പ്രത്യേകിച്ചൊരു ഗുണം ചെയ്യില്ല. പുതിയ ആൾക്കാർക്ക് എന്തായാലും ഒരാഴ്ച 10 ദിവസം എക്സ്ട്രാ കിട്ടിയ പോലെ തോന്നുന്നു എനിക്ക്. അത് ഇരിക്കട്ടെ. അവർക്ക് പനിയനും ഒരു വിധത്തിൽ പുതിയ ആളല്ല, അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ പരിചയമുണ്ട്. പക്ഷേ നമ്മുടെ BJP സ്ഥാനാർത്ഥിക്ക് ആ 10 ദിവസം ഗുണം ചെയ്യുമായിരിക്കും. ജനങ്ങളിപ്പം പരിചയപ്പെടാൻ കുറച്ചും കൂടി നേരം കിട്ടി. പക്ഷെ അവസാനത്തിൽ പരിചയപ്പെടുമ്പോൾ അത് 2 ഭാഗത്ത് നോക്കാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഓരോരോ നിലപാട് മനസ്സിലാക്കാനും ജനങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടി. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ജനാധിപത്യത്തിൽ ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാവണം. അവർ തീരുമാനമാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സമയം എടുക്കട്ടെ. അവർക്ക് ആ തീരുമാനം അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവസാനത്ത് വോട്ട് ചെയ്യാനും. റൈറ്റ്. എന്തായാലും നിങ്ങളൊക്കെ കാണുമല്ലോ, നന്നായിരിക്കും. നമ്മൾ ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ അടുത്ത 40 ദിവസം നമ്മൾ ഇവിടെ എവിടെയൊക്കെ കാണാം. വന്നതിനും നിങ്ങളെല്ലാവരും എൻ്റെ പ്രസ് കോൺഫറൻസ് രാവിലെ കേട്ടു എന്ന് വിചാരിക്കുന്നു. അതാണ് എൻ്റെ നിലപാട്. അങ്ങനെ ഞാൻ നിൽക്കുന്നു, ഇറങ്ങുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.